പ്രിയപ്പെട്ടവരെ, പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. നിരവധി പേരാണ് കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തുന്നത്. സുനിഷ അയ്യലൂരും അല്ലമീനും നമുക്കൊപ്പം ചേരുന്നുണ്ട്, കോട്ടയത്ത് നിന്നും പുതുപ്പള്ളിയിൽ നിന്നും. പ്രിയപ്പെട്ട അല്ലമീൻ, സുനിഷ അയ്യലൂർ, വെരി ഗുഡ് മോർണിംഗ്. ഒരു വർഷം എത്ര വേഗം പോയി അല്ലേ? നമ്മൾ ഉമ്മൻചാണ്ടി ഓർമ്മിച്ചത്, ഉമ്മൻചാണ്ടി കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ ഇത്രമേൽ അടയാളപ്പെടുത്തിയൊരു നേതാവില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അഭാവം കോൺഗ്രസിലും കേരള രാഷ്ട്രീയത്തിലും തീർത്താൽ തീരാത്ത വിടവാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ഭംഗിവാക്ക് പോലെ ചിലർക്ക് കേട്ടെങ്കിൽ, ഒരു വർഷം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും ഉമ്മൻചാണ്ടിയുടെ അഭാവം എത്ര വലിയ ഒരു ഗ്യാപ്പാണ് അടയാളപ്പെടുത്തുന്നത്? സുനിഷ അല്ലമീൻ. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുവരുന്ന ഒരു നേതാവ്, അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു ജനകീയ മുഖം കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന പുതുപ്പള്ളി വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ഛായാചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്: ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നുള്ളത്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് കടന്നു വന്നപ്പോൾ ഓരോ വഴിയോരങ്ങളിലും കാണാനായത്. അന്ന് നമ്മളും അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര അനുഗമിച്ച ഒരാൾ കൂടിയാണ്. അന്ന് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചൊരു വാചകമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ച്: സ്നേഹരാഷ്ട്രീയത്തിൻ്റെ ഉടയോൻ വിടവാങ്ങി എന്നുള്ളത്. അക്കാര്യം സംശയമില്ല. കേരള രാഷ്ട്രീയത്തിൽ, കാരുണ്യ രാഷ്ട്രീയത്തിനും സ്നേഹരാഷ്ട്രീയത്തിനുമൊക്കെ വിത്തുപാകിയ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുനിഷ കോട്ടയത്ത് വന്ന് കോട്ടയത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുപ്പള്ളിയിൽ മാത്രമല്ല, കോട്ടയത്ത് എല്ലായിടത്തും അത് പ്രകടമാണ്. ആളുകൾ പലരും കഴിഞ്ഞ ദിവസമൊക്കെ കോട്ടയത്ത് സുനിഷയെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം എങ്ങനെയെന്നുള്ളൊരു ആളുകളിൽ നിന്നൊരു പ്രതികരണം, എന്താണ് കിട്ടിയൊരു പൾസ്? ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു കോട്ടയം അതെങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ ഒരുപക്ഷെ പുതുപ്പള്ളിക്കാർക്ക്, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ ആർക്കും തന്നെ അത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തു. പക്ഷേ പുതുപ്പള്ളിയിലേക്ക് വന്ന ആ സമയം മുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരോട് സംസാരിച്ചപ്പോഴും ഇന്നലെ കഴിഞ്ഞു പോയ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിമിഷം പോലെ തോന്നുന്നു എന്നതായിരുന്നു പലരും പറഞ്ഞിരുന്നത്. കാരണം അത്രത്തോളം ഏത് രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടി അവരെ സ്വാധീനിച്ചത് എന്നത് കൃത്യമായി അവരുടെ വാക്കുകളിൽ തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു പക്ഷേ നമ്മൾ 6:30 ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടേക്ക് വരികയാണ്. പലരും പല ഭാഗങ്ങളിൽ നിന്നാണ്, ഒരുപക്ഷെ കേരളത്തിൻ്റെ അങ്ങ് വടക്കേ ഭാഗം മുതൽ തെക്കേ ഭാഗം വരെയുള്ള ഇടങ്ങളിൽ നിന്നും പലരും ഈ കല്ലറയിലേക്ക് എത്തുന്നു എന്നതാണ്. ഇന്ന് മാത്രമല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നിയത്, ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവിടേക്ക് വന്നപ്പോഴും കൂടുതൽ പേർ, ഒരുപാട് പേർ ഇപ്പോഴും ഈ കല്ലറയുടെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. കാരണം ഇപ്പോഴും ഒരുപക്ഷെ ചിലർ പറഞ്ഞത് അന്ന് വിലാപയാത്രയുടെ സമയത്ത് ഭാഗമാകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അന്നത്തെ തിരക്കിനിടയിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ, എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ, ചില സങ്കടങ്ങൾ പറയാനൊക്കെ വരുമ്പോൾ പലരും ഇവിടെ വന്ന് ഒരുപാട് നേരം നിൽക്കുന്നു. അത് നൽകുന്ന ആശ്വാസം അത് വലിയതാണ് എന്നതൊക്കെയാണ് പറയുന്നത്. കബറടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുനിഷ അരുൺ നമ്മൾ കണ്ടതാണ്, ഈ പല ആളുകളും നിവേദനങ്ങളുമായി ഇവിടെ വരികയും ഈ കബറിടത്തിൽ ഇതിന് ചുറ്റും നിവേദനങ്ങളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് പോകുന്ന, അവരുടെ പരാതികൾ പരിഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ച. അന്ന് പലരും അതിനെ അന്ധവിശ്വാസമെന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലും ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പരാതിയുമായി, ഒരു പരിഭവമായി ആരെങ്കിലും വന്നാൽ അവർക്ക് നിരാശരായി മടങ്ങേണ്ടി വരില്ലായിരുന്നു. അവിടെ ഒരു തീർപ്പുറപ്പായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആ കോടതിയിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജനകീയ കോടതിയിൽ നിന്ന് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉറപ്പായിരുന്നു. സ്വാഭാവികമായും ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിരുന്ന ഒരാൾ, പരിഹരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇനിയില്ല എന്ന് തിരിച്ചറിയാനാകാത്ത, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനാകാത്ത ആളുകളാണ് ആ തരത്തിൽ അന്ന് വരികയും അവരുടെ പരാതികളിൽ, പേപ്പറുകളിൽ കുറിച്ച് ഇവിടെ പിൻ ചെയ്തു പോയതും. ഇവിടെ ആ കബറിടത്തിൽ വന്ന് അങ്ങനെ എഴുതി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ പരിഹാരം കാണുമോ ഇല്ലയോ എന്നുള്ള വിശ്വാസത്തിനപ്പുറം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനിൽ അവർക്കുണ്ടായിരുന്നൊരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു, ഒരു ആശാഗേഹമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി എന്നുള്ളത്. അന്ന് നമുക്കറിയാം, ഈ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഈ കോട്ടയത്തേക്ക്, പുതുപ്പള്ളിയിലേക്ക് ആ മൃതദേഹവുമായി വന്ന വിലാപയാത്ര, അവിടെ വഴിയിലുടനീളം കണ്ടത് നമ്മൾ കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നില്ല. അവിടെ പല പാർട്ടിക്കാരുടെ കൊടികളുണ്ടായിരുന്നു, പല നിറത്തിലുള്ള കൊടികളുണ്ടായിരുന്നു, പല പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്നേഹരാഷ്ട്രീയത്തിൻ്റെ ഉടയോൻ അങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഇളം തന്നെ അവസാനമായി അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഓരോരുത്തരും അവിടെ നിന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു പലപ്പോഴും നമുക്കിവിടെ കാണാനായത്, കബറിടത്തിൽ കാണാനായത്. ഇന്നിപ്പോൾ ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് സുനിഷ പലതരത്തിലുള്ള പദ്ധതികളാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ, കുടുംബത്തിൻ്റെ പേരിലൊക്കെ നടത്തുന്നത്. ഈ 3000-ഓളം വിദ്യാർത്ഥികൾക്ക് 30 ലക്ഷം രൂപ സ്കോളർഷിപ്പ്, പിന്നെ ഈ വീടില്ലാത്തവർക്ക്, ഭവനരഹിതർക്ക് 1 ഏക്കർ ഭൂമിയിൽ പരിപാടികൾ. അത് എന്തൊക്കെയാണ് സുനിഷ ഇന്ന് ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലും ഈ DCCയുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ഈ പരിപാടികളൊക്കെ തന്നെയും സംഘടിപ്പിക്കുന്നതെന്നാണ്. ഈ പറഞ്ഞതുപോലെ ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ പഠന സഹായം നൽകുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് നിലവിൽ ഇപ്പോൾ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ DCCയുടെ പല കേന്ദ്രങ്ങളിലുമായി ഇത്തരത്തിൽ പുഷ്പാർച്ചന അടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷം അനുസ്മരണ
സമ്മേളനമാണ്. അത് ഏകദേശം ഒരു 10 മണിക്ക് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനത്തിലേക്ക് കടക്കും. പിന്നീട് കോൺഗ്രസിന്റെ മാമൻമാപ്പിള ഹാൾ പുതുപ്പള്ളിയിലെ കല്ലറയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം സുനിഷ അയ്യലൂരും അല്ലമീനും ചേർന്നത്. ഇപ്പോഴും കല്ലറയിൽ വരുന്ന നിരവധി പേർ തീർത്ഥാടനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടെത്തി കല്ലറയിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വളരെ നമ്രശിരസ്കരായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. ആ ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിട്ടൊഴിയില്ല. അങ്ങനെ ഓർമ്മകളൊന്നും നമ്മളെ ഒഴിയാതെ പോകുന്ന അപൂർവം നേതാക്കൾ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ച പേരായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ ജനകീയതയുടെ പര്യായം എന്നൊക്കെ നമ്മൾ പറയും.